ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മക്രോണി പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മക്രോണി ഇട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി. വെളുത്തുള്ളി ഇത്രയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി, 2-3-4 ഇല്ലി മതി. ഞാനിതെടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്, മുട്ട അൻവർമ്മ വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ മാക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ആവശ്യത്തിന് വെള്ളം എടുത്താൽ മതി. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ആ വെള്ളം അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അന്നേരം അതിലേക്ക് ആവശ്യമായ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി കാണിച്ചായിരുന്നല്ലോ, ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ അത് കൂടാതെ 3 മുട്ടയും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. മാക്രോണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം, ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. അതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അത് വേഗം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നല്ലോണം തിളച്ച് വേകട്ടെ. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ഒരു 5-10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വേകട്ടെ. ഫ്ലെയിം കുറയ്ക്കേണ്ട, ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ആ സാധനം ഉണ്ടല്ലോ മക്രോണി, അത് കണ്ട് ഞാൻ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് വരുവാന്ന് പറ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. എന്തുവാ മോളെ? എന്നെ സഹറ വിളിക്കുന്നുണ്ട്, അപ്പുറത്തെ വിജിയുടെ മോള് വിളിക്കുന്നുണ്ട്. നേരം അങ്ങോട്ട് പോകാനായിരിക്കും, ഞാൻ രാവിലെ അങ്ങോട്ട് പോയിട്ടില്ല, അതിനായിരിക്കുന്നു. എന്താ മോളെ? അതിനാണോ അമ്മ വിളിച്ചത്? തരാം. ആ ദിവസം എന്തിയേ? ഷാജില മമ്മി വന്നോ? എന്തോ മോളെ? ഇരുന്നപ്പോൾ കരച്ചിൽ തുടങ്ങിയോ? ജിമിയുടെ ഇരിക്കുവാണോ? സഹറ ഫത്തിമ റിയാസ് എന്നിട്ട് പോവുകയാണ്. ചെലന്തി വല അടിക്കുന്ന സാധനം മേടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതൊരു വിധം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇടുവാനെ അതിലിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അൻവർ മോനാണ് സവാള ഇടുന്നത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ സവാള നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം. അൻവറിന് ഫോൺ കളിക്കാൻ ഫോൺ വേണമെന്ന് പറഞ്ഞ് അങ്ങ് പെടുത്തിട്ട് നിൽക്കുക. അവനുണ്ടെങ്കിൽ നമ്മളൊന്നും സമാധാനത്തോടെ ചെയ്യിപ്പിക്കത്തില്ല. ഇത് നല്ലോണം ഒന്ന് പച്ചമുളകൊക്കെ മാറുന്നത് വരെ നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിക്കട പച്ചമുളകൊക്കെ മാറി വന്നിട്ട് അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ. നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇടാം.
മുളക് പൊടി ഇട്ടപ്പോൾ അൻവർ പറയുന്നത് മതിയെന്ന്, അവന് എരിവ് ഇഷ്ടമല്ല. ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി ഇട്ടോളെ. ഈ മുളക് പൊടി കുരുമുളക് പൊടി ഇടുമ്പോഴത്തേക്ക് അൻവറിൻ്റെ വെപ്രാളം വരുന്നത്. സ്പൂൺ എടുക്കട്ടെ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ശകലം ഗരം മസാലപ്പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ആക്കിയെടുക്കാം, ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതേണ്ടേ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തുകൂടി കുറച്ച് മല്ലിയില വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ മല്ലിയിലയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിൽ പിന്നെ എന്തുവാ തക്കാളി സോസ്, ക്യാപ്സിക്കം ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്നവരുമുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിലായിട്ടുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ കണ്ടോ കൊതി തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.